ഒരു പുരോഗമന കേരളം മുന്നിൽ കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷനുമായി മുന്നോട്ടിറങ്ങുന്ന വി ഡി സതീഷിന് ചേർന്നതായില്ല ഈ രണ്ട് കാര്യങ്ങളും എന്ന വിമർശനം സോഷ്യൽ മീഡിയയിൽ പൊതുവെ ഉയരുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വി ഡി സതീശൻ വൈറലാണ്. ഇൻസ്റ്റഗ്രാമിൽ പ്രത്യേകിച്ചും യൂത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വാഹനത്തിൻ്റെ മോഡിഫിക്കേഷന് അനുമതി കൊടുക്കുമോ എന്നത്. നേരത്തെ തന്നെ ആ ചോദ്യം വി ഡി സതീശനോട് ചോദിച്ചപ്പോൾ വി ഡി സതീശൻ ഇലക്ഷന് മുന്നേ തന്നെ ഒരു ഉറപ്പ് കൊടുത്തതാണ്, അത് നിയമം അനുസരിച്ചുകൊണ്ടുള്ള മോഡിഫിക്കേഷനൊക്കെ ഞങ്ങൾ അനുമതി നൽകുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോട് ഈ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേക ഒരു മുഖഭാവം, പ്രത്യേക ഒരു ചിരിയോടുകൂടിയുള്ള ഒരു പ്രത്യേക ആക്ഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് വല്ലാതെ വൈറലായി, ഹിറ്റായി. ഇപ്പം അതിനോട് ചേർത്തുകൊണ്ട് പലതരം സീക്വൻസ് എടുത്തുകൊണ്ട് ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ അത് ഉപയോഗിച്ചു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ചിരി ഇൻസ്റ്റഗ്രാമിൽ അങ്ങേയറ്റം വൈറലാണ്. അപ്പം പൂക്കി സതീശൻ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ പല നിലക്കാർ അറിയപ്പെടുന്നതിനൊപ്പം പൂക്കി സതീശൻ എന്നിവരെ വിളിക്കപ്പെടാൻ ആ ഒരൊറ്റ ചിരി കാരണമായെന്നുള്ളതാണ്. പൂക്കി സി എം എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇപ്പോൾ ന്യൂ ജനറേഷൻ വിളിച്ചുകൊണ്ട്. അപ്പോൾ ഈ ചിരിയിൽ മാത്രം ഒതുങ്ങുമോ? ഈ പറഞ്ഞ വാക്ക് കൊടുത്തതാണ് മോഡിഫിക്കേഷൻ നടത്താനുള്ള അനുമതി കൊടുക്കാമെന്ന്. അത് ഈ ചിരിയിൽ മാത്രം ഒതുങ്ങുമോ, അതോ മോഡിഫിക്കേഷൻ എന്ന് കൊടുത്ത അദ്ദേഹത്തിൻ്റെ വാക്ക് അത് പ്രായോഗികമാകുന്ന ഒന്നാണോ എന്നതുകൂടി സംസാരിക്കുകയാണ് നമ്മൾ. സാർ, ആ ചിരിയിലെല്ലാം ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അതിൽ വിശ്വസിച്ച് നിൽക്കുകയാണ് ന്യൂ ജനറേഷൻ. അപ്പോൾ ചിരിയിൽ ഒതുങ്ങുമോ? ചിരിക്കപ്പുറത്തേക്ക് നടപടികൾ എടുക്കാൻ കഴിയുമോ? അല്ല, അത് പറയുന്നുണ്ട് അദ്ദേഹം. ചിരിച്ചു കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, നമ്മളിത് ചെയ്യുമല്ലോ, നമ്മൾ വെറുതെ വാക്ക് പറഞ്ഞു പോകുമല്ലോ. നമ്മൾ ഈ പുതിയ കാലത്തെ ആളുകളോട് ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് വെറുതെ മോഹം കൊടുത്തിട്ട് നമ്മൾ പോലല്ലോ നമ്മുടെ പണി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയും ചിരിച്ചിട്ട് അല്ലേ. ആ ചിരിയുടെ അതിനകത്തൊരു കൊള്ളാവുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് സേഫ്. കാര്യം ഇപ്പോൾ ആക്ഷൻ എന്ന് പറഞ്ഞല്ലോ, ഈ ആക്ഷൻ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളത് ഒരു പ്രത്യേകതരം ആക്ഷനാണ് അല്ലേ. ആ പ്രത്യേകതരം ആക്ഷൻ്റെയൊക്കെ ഒരു പ്രശ്നം നമ്മൾ മുമ്പ് പിന്നെ ഒരുപാട് ട്രോള് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ആ ആക്ഷൻ പോലെ തന്നെയാണ് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് തോന്നുന്നത്. ആ പ്രത്യേകതരം ആക്ഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള വികാരവും ഇല്ലാത്ത ഒരു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ വിവരണം എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള വേറൊരു ഇമോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതായിരുന്നു. ഇവിടെ അതല്ല. ഇദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കരമായി ഇമോഷൻസ് എന്ന് വെച്ചാൽ അതിനെ എന്താ പറയുക, അതിൻ്റെ ഒരു സംഗതി ഇങ്ങനെ കോർത്താണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഇപ്പോൾ ഈ LDF ഭരണകാലത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംഘർഷങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ടായിട്ടുള്ള കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി? ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നേരിട്ട അതിനൊക്കെ ഞങ്ങൾ മറുപടി ചോദിക്കും, അതിന് ഞങ്ങൾ മറക്കുന്നവരല്ല ഞങ്ങൾ. ആ കുഞ്ഞുങ്ങൾ എന്നുള്ള വാക്കാണ് അവിടെ ഒരു പോയിന്റ് കിടപ്പുണ്ട് അല്ലേ. പ്രവർത്തകർ എന്ന് പറയാമായിരുന്നു, കുട്ടികൾ എന്ന് പറയായിരുന്നു, അതൊന്നല്ല, കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞതിലൂടെ. അപ്പോൾ അതെന്ന് വെച്ചാൽ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഡിക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതിൽ മുഴുവൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും പല സാധനങ്ങളിലും കാണും. ഇപ്പോൾ ഉദാഹരണത്തിന് മതനിരപേക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ വേണമെങ്കിൽ ഒരാൾക്ക് സാധാരണ നിലയിൽ ഞാൻ ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ വർഗീയതയ്ക്കും ഒക്കെ എതിരാണ് എന്നൊക്കെ ഇങ്ങനെ സാമാന്യേന പറഞ്ഞു പോകുന്ന ഒരാൾ എന്ന നിലയിലല്ല, ഒരു തെരഞ്ഞെടുപ്പോ ഒന്നിലധികം തെരഞ്ഞെടുപ്പുകളോ തോറ്റെന്നിരിക്കും, പക്ഷേ കേരളത്തിൽ ജീവിക്കേണ്ടത് നമ്മളാണ്, അല്ലെങ്കിൽ കേരളത്തിന് ഇനിയും ജീവിക്കണം. പിണറായി വിജയനോ VD സതീശനോ നാളെ ഇല്ലാതാവും, പക്ഷേ കേരളം തുടരണം എന്നുള്ള നിലയിൽ. അപ്പോൾ അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ വേറൊന്നാണ്. അത് സാധാരണ നിലയിൽ ഇപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഭാഷ പറയുന്ന നേതാക്കളുടെ പിന്നെ സംഗതി ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്നത് സെയിമാണ്, ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്, പക്ഷേ അത് എഫക്റ്റീവ് ആവില്ല, ഇത് എഫക്റ്റീവ് ആവുന്നു എന്നുള്ളതാണ്. ഇത് പുതിയ തലമുറയിൽ പുതിയ കാലഘട്ടത്തിലെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വിധങ്ങൾ മാറിയത് മനസ്സിലാക്കിയ ഒരാളാണ്. ഇപ്പോൾ സതീശൻ്റെ തന്നെ ഇപ്പോൾ ഈയിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ വരുന്ന വേറൊരു കമൻറ്റുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരു സദസ്സിൽ ഒരു വേദിയിൽ പോയി പിള്ളേരുടെ ഏതോ കോളേജ് യൂണിയൻ ഉദ്ഘാടനം മുമ്പെങ്ങാണ്ടാണ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ്. പോയി നോക്കിയപ്പോൾ അവിടെ പിള്ളേർ മുഴുവൻ വെറുതെ അലമ്പ്, അവർക്ക് യാതൊരു താല്പര്യമില്ല ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പണി കിട്ടിയല്ലോ എന്നാലോചിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ ഓർത്ത ഇവിടെ നല്ല വൈബാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ വൈബ് എന്നുള്ള വാക്ക് വന്നതോടുകൂടി പിള്ളേരെല്ലാം താല്പര്യമായി, അത് കേട്ട് അവരങ്ങനെ. അപ്പോൾ ഈ തന്ത വൈബ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ
നമ്മൾ മനസ്സിലാക്കുകയും അത് ഉപയോഗിക്കുകയും വേണമെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞത്. അപ്പോൾ അത് വായനയായിട്ടും പലതുമായിട്ടും ബന്ധപ്പെട്ട് നമ്മുടെ സോഷ്യൽ ഇൻറ്ററാക്ഷൻസിൻ്റെ പല തലങ്ങളിലും നിന്നും കിട്ടുന്ന ഇമ്പൾസസ് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ള അത് ശരിക്കും സ്വയം നവീകരിക്കുന്ന ഒരു നേതാവിന് മാത്രമേ അങ്ങനെ ഒരു സംഗതി വരുള്ളൂ. അല്ലാതെ പിന്നെ എന്താ പറയുക, നമ്മൾ പഠിച്ച തത്വശാസ്ത്രവും പ്രത്യയശാസ്ത്രവും അതുമാത്രം പിടിച്ച് അതിൻ്റെ ടെർമിനോളജിയിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അത് അങ്ങനെ ഒരു സാധനത്തിലേക്ക് വരാൻ കഴിയില്ല. കുറച്ച് റിലാക്സ്, കുറച്ച് നമ്മളുടെ ഈ ബലം പിടുത്തമൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും ചില ഘട്ടങ്ങളിലേ. അതിൻ്റെ പ്രശ്നങ്ങളാണല്ലോ, കമ്മ്യൂണിക്കേഷനിൽ വന്ന പ്രശ്നങ്ങളാണ് ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ പ്രധാന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജില്ലാ കമ്മിറ്റികൾ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരീരഭാഷ എന്നും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കമ്മ്യൂണിക്കേഷൻ രീതി, അതിൽ തന്നെ മെസ്സേജ് മാത്രം പോരാ, മെസ്സേജ് നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ള ആ രീതി വളരെ പ്രധാനമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ട്രോളുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്താ പറയുക വൈറൽ കട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയും എന്താ ഈ സമൂഹ മാധ്യമങ്ങൾ അതുപോലെ ജീവിക്കാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ അത് നോക്കി രാഷ്ട്രീയം ചെയ്യാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ. കഴിഞ്ഞ ദിവസം MM ഹസനൊക്കെ ഭയങ്കര എന്തോ ഒരു വലിയ സംഭവം പറയുന്ന പോലെയാണ് അദ്ദേഹം പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പറയുന്ന പോലെ നമുക്ക് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റുമെന്ന്. സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്നത് അല്ലേ, ഒരു സംശയമില്ല. അപ്പോൾ ആ ലെവലിൽ മാറിയിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്താ പറയുക വിട്ടു മാറിക്കൊണ്ട് പിന്നെ റിയാലിറ്റി ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹമൊക്കെ ഹരാരിയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലുമൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊരു പുതിയ ലോകത്തിൻ്റെ പുതിയ കാലത്തിൻ്റെ ഒരു സംഗതിയാണ്, വേറെ രീതിയിൽ വരികയാണ്. നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പഴയ റിയാലിറ്റിയെ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊള്ളാൻ നമുക്ക് പറ്റും എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല, നിങ്ങളും അതിൽ മുങ്ങിപ്പോവും. അപ്പോൾ അതിൽ ഒരു ജാഗ്രത കാണിക്കേണ്ട. നേരത്തെ ഇപ്പോൾ ജിംസ് പറഞ്ഞ പോലെ മറ്റേ വിഷയത്തിലൊന്നും ജാഗ്രത കാണിച്ചിട്ടില്ല, പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം നല്ല ജാഗ്രത കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കണം, പുതിയ ആളുകളോട് സംസാരിക്കണം ആ വിഷയത്തിലൊക്കെ. അതിപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ നല്ലൊരു മാതൃകയാണ്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ പിന്നെ ക്യാമ്പസുകളിലൊക്കെ പോയി സംസാരിക്കുന്നു, വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള രീതികൾ അദ്ദേഹം ആർജിച്ചെടുത്തിട്ടുണ്ട്. പഴയ ഒരു പൊളിറ്റീഷ്യൻ്റെ രീതിയൊന്നുമല്ല. അപ്പോൾ ഇത് വരട്ടെ, അദ്ദേഹം പിന്നെ ഈ പുതിയ തലമുറയ്ക്കും സ്വീകാര്യനാവട്ടെ, തലമുറയോട് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയട്ടെ. അതാണല്ലോ നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ. ജിംസ്, ഈ ഇദ്ദേഹത്തിൻ്റെ ശൈലികളിൽ ഭാവങ്ങളിലൊക്കെ ഒരു സഡൻ ഷിഫ്റ്റ് വരും. അപ്പോൾ അവസാനത്തെ ഒരു വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് പല വാർത്താ സമ്മേളനങ്ങളും ഒരുപക്ഷെ ഹാർഷായിട്ടൊക്കെ പെരുമാറുന്ന ഒരാളെ കാണാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയായി വന്നപ്പോഴേക്കും പുള്ളി അതിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ശൈലി മാറ്റം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത് കുറേ കൂടി ഇമോഷൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് അതിനൊരു എഫക്റ്റ് ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അദ്ദേഹം മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഞാൻ സസൂക്ഷ്മം വീക്ഷിക്കും. എനിക്ക് മനസ്സിലാവുന്ന കാര്യം അദ്ദേഹം പരമാവധി കൂളാവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷതായിരുന്നപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് ഇൻഫ്യൂരിയേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മൾ കാണുക. സർക്കാരിനെ എതിർക്കുക എന്നുള്ള കാര്യത്തിൽ ഇമോഷണലായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരീരഭാഷ എല്ലാം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരുതരം അസംതൃപ്തിയോ രോഷമോ ഒക്കെ തുളുമ്പുന്ന ഒരു വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരിക. പിണറായി വിജയനെ പറ്റി പറയുമ്പോഴും LDF സർക്കാരിനെ പറ്റി പറയുമ്പോഴും UDF പറ്റി പറയുമ്പോഴും വളരെ വൈകാരികനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സംസാരിച്ചുകൊണ്ടേയിരിക്കുക. മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചാൽ അതിങ്ങനെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയുക, എല്ലാ ചോദ്യത്തിലേക്കും കയറി പിടിക്കുക. ചില ചോദ്യങ്ങൾ ഇഗ്നോർ ചെയ്യേണ്ടതാണ്. നമ്മൾ തന്നെ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യം. ചില ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടതാണ്. അദ്ദേഹം ചോദ്യം കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ പറയുക, അതിങ്ങനെ പറയണമെന്ന് വാശിയുള്ള ഒരാളായിരുന്നു. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന് ആ രീതി പറ്റുമായിരിക്കും. പക്ഷെ അദ്ദേഹം വളരെ പെട്ടെന്ന് മാറുകയാണ്. അതായത് മുഖ്യമന്ത്രി ആയതിനു ശേഷം വളരെ കൂളാണ്. അതായത് ചോദ്യങ്ങളോട് ചിരിച്ചുകൊണ്ട് കേൾക്കുക, മറുപടി പറയേണ്ടതാണെങ്കിൽ മാത്രം മറുപടി പറയുക. ഇപ്പോൾ വളരെ വൈറലായിട്ടുള്ള ചിരി ഉണ്ടല്ലോ, ആ ചിരി യഥാർത്ഥത്തിൽ മറുപടി പറയുന്നതല്ല, അത് ഒരുതരം ഇഗ്നോറിങ് ആണത്. ശരിയാക്കാം എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. എങ്ങനെ ശരിയാക്കുന്നത്? കേന്ദ്ര നിയമമാണ് ആൾട്ടറേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതിനെ മറികടക്കാൻ സംസ്ഥാനത്തൊരു നിയമം കൊണ്ടുവരാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് നിയമവകുപ്പ് വരിക എന്ന് കേൾക്കുന്നു. നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ചിലപ്പോൾ അദ്ദേഹത്തിന് വല്ല പ്ലാൻ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നത് അത് ഇവേഡ് ചെയ്യുന്ന രീതിയാണ് ആ ചിരി, അല്ലാതെ അതിന് മറുപടി കൊടുക്കുന്ന രീതിയല്ല ചിരി. പക്ഷെ അത് കൂളാണ്, ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലാണ്. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പം ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നല്ല. ഇപ്പോൾ പിണറായി വിജയൻ 2014 അധികാരത്തിൽ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ പിണറായി വിജയൻ്റെ വളരെ മാസ് ഡയലോഗുകളൊക്കെ വൈറലായിട്ടുണ്ട്. വളരെ മാസ് ഡയലോഗുകൾ, ഊരിപ്പിടിച്ച വടിവാടികൾക്കിടയിൽ തുടങ്ങിയിട്ടുള്ള സാധനമൊക്കെ അദ്ദേഹത്തിൻ്റെ മാസ് ഡയലോഗുകളെല്ലാം ഇന്ദ്രചന്ദ്രന്മാർ വന്ന അങ്ങനെയുള്ള കുറേ അധികം മാസ് ഡയലോഗുകൾ വൈറലായിട്ടുണ്ട്. പിന്നെ വൈറലായ ഒരു സാധനം, അമിത്ഷാ കേരളത്തിലെ സർക്കാരിനെ താഴെയിടും എന്ന് പറഞ്ഞപ്പോൾ
ഈ തടി പോരാ കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് ഡയലോഗുകൾ എന്താണ് അദ്ദേഹത്തിന് വൈറലായിട്ടുണ്ട്. അത് ആ സമയത്ത് പിണറായി വിജയൻ നല്ല ജനപ്രീതിയുണ്ട്. ഒന്നാം പിണറായി വിജയൻ സർക്കാർ കാലത്ത് 2019 വരെ 20 വരെയൊക്കെ ഈ കോവിഡിൻ്റെ സമയം വരെയൊക്കെ അദ്ദേഹത്തിന് നല്ല ജനപ്രീതിയുണ്ട്. കോവിഡിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഷൂട്ടപ്പ് ചെയ്യുകയാണ് ചെയ്തത്. എവിടെ നിന്നാണ് പിണറായി വിജയൻ പിഴച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2019 ചൈന ഇന്ത്യയെ ആക്രമിക്കുകയും ഗാൽവാൻ സംഘർഷം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഗാൽവാൻ സംഘർഷം ഉണ്ടാകുന്ന ഉടൻ തന്നെ ടിക്ടോക്ക് നിരോധിക്കുന്നു. ടിക്ടോക്ക് നിരോധിച്ചതിന് ശേഷമാണ് ഇൻസ്റ്റാഗ്രാം എന്ത് ചെയ്യുന്നത്. ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആ ആപ്പ് തന്നെ റീൽസിൻ്റെ സാധ്യത കാണുകയും റീൽസിലേക്ക് മാറുകയും ചെയ്യുന്നത്. നമ്മളവിടെ കാണുന്നൊരു ജനറേഷൻ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതുവരെ ഫേസ്ബുക്കിലായിരുന്നു നമ്മളിപ്പോൾ പറയുന്ന ജെൻസിയും ഈ നമ്മളെപ്പോലുള്ള അമ്മമാരൊക്കെ ഫേസ്ബുക്കിലായിരുന്നു ധാരാളം ഉണ്ടായിരുന്നത്. ഫേസ്ബുക്കിൻ്റെ ജനപ്രീതി ഇടുകയും ഈ പുതിയ തലമുറ അങ്ങനെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. 2019 ശേഷം വന്ന മാറ്റമാണ്. 2020 കോവിഡ് സമയം പോയി. കോവിഡ് സമയത്ത് വളരെ പീക്കായിട്ട് ആളുകൾ ഈ ഡിജിറ്റൽ കൺസ്യൂമിങ് തുടങ്ങി. ഇൻസ്റ്റാഗ്രാം വളർന്നു, മറ്റുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വളർന്നു. 2021 പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുന്നു. ഇപ്പോൾ 2016 പിണറായി വിജയൻ അഭിസംബോധന ചെയ്ത സമൂഹമല്ല 2021 ഉണ്ടായത്. ഇത് പിണറായി വിജയനും LDF-നും CPM-നും ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. അതായത് 2016 അധികാരത്തിൽ വരുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടാൽ, ഫേസ്ബുക്കിൽ ഒരു റീലിട്ടാൽ, ഫേസ്ബുക്കിൽ പിണറായി വിജയൻ്റെ ഒരു പ്രസംഗം വന്നാൽ അത് വലിയ തോതിൽ വൈറലാവുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യും. അവിടെ എന്തുണ്ട്, എല്ലാ ജനറേഷനും ഉണ്ട്. ഇവിടെ ഒന്നും അങ്ങനെയല്ല. ഇവിടെ ഫേസ്ബുക്കിൽ നിന്ന് ഒരു പറ്റം ജനറേഷൻ ഇറങ്ങിപ്പോയി, അവർ ഇൻസ്റ്റാഗ്രാമിൽ ചേക്കേറി. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പിണറായി വിജയനെതിരായിട്ട് ജനരോഷം ആദ്യമായി പ്രതിഫലിച്ചത് ഇൻസ്റ്റാഗ്രാമിലാണ്. നമ്മളിവിടെ തന്നെ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കൂ, സർക്കാരിനെതിരായ വലിയ ഞാനൊക്കെ അന്ന് പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ പിണറായി വിജയൻ്റെയും LDF-ൻ്റെയും CPM-ൻ്റെയും എതിരാളികൾ കൃത്രിമമായി സൃഷ്ടിക്കുന്ന റീലുകളും കൃത്രിമമായി സൃഷ്ടിക്കുന്ന ജനരോഷവുമാണെന്നാണ്. അങ്ങനെയല്ല. ഈ ജനരോഷം ആദ്യം പ്രതിഫലിപ്പിച്ചത് ഈ ജൻസിയാണ്. അവർക്ക് ഇദ്ദേഹവുമായി ഡിസ്കണക്റ്റ് വരികയാണ്. അതെന്തുകൊണ്ടാണ്? ഈ പറയുന്നത് പോലെ പുതിയ തലമുറയോട് സംസാരിക്കാനുള്ള ഭാഷ അദ്ദേഹത്തിന് ഇല്ല. അത് എഴുതി വായിക്കുന്ന പ്രസംഗങ്ങളാണ് കൂടുതലും. വാർത്താ സമ്മേളനമാണെങ്കിൽ പോലും എഴുതി വായിക്കുകയാണ്. ഇപ്പോൾ എഴുതി വായിക്കുന്ന പ്രസംഗത്തിൻ്റെ ഒരു പ്രശ്നം, അത് ജനങ്ങളുമായിട്ട് കണക്റ്റ് ആവില്ല. ആൾക്ക് പെട്ടെന്ന് ബോറടിക്കും. അതേസമയം അദ്ദേഹം എക്സ്റ്റംപർ ചെയ്ത് പ്രസംഗിക്കുന്നതാണെങ്കിൽ പോലും ഒരു പാർട്ടി ക്ലാസ് എടുക്കുന്ന ഒരു പേസിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ. വാക്കുകൾ പെറുക്കി എടുത്താണ്. അത് പുതിയ തലമുറയ്ക്ക് അത്ര ദഹിക്കില്ല. ഒന്ന്. അപ്പോൾ ഈ കണക്റ്റ് അവിടെ കട്ടായിപ്പോയി. രണ്ടാമത്തെ കാര്യം, ഈ രണ്ടാം സർക്കാർ പിണറായി വിജയൻ സർക്കാർ എന്ന് പറഞ്ഞാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെ പോലെ ജനപ്രിയമല്ല. ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാകുന്നു, ഒരുപാട് കാര്യങ്ങളിൽ എതിർപ്പ് വരുന്നു, രാഷ്ട്രീയമായ എതിരഭിപ്രായങ്ങൾ വരുന്നു. ഇതിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ക്യാമ്പയിൻ ഈ പുതിയ തലമുറയിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാകുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കിയ ആളാണ് ആര്? VD സതീശൻ. എവിടെയാണ് അടിക്കേണ്ടത്, എവിടെയാണ് ചിരിക്കേണ്ടത്, എവിടെയാണ് സംസാരിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് VD സതീശൻ അറിയാം. അപ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹം ആ ചിരിക്കുന്നത് പോലും ഒരു പക്ഷേ പ്ലാൻഡ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ചിരിക്കണമെന്ന് വിചാരിച്ച് തന്നെ ചിരിക്കുന്നതായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഓരോ മൊമെൻറ്റും റീൽ മൊമെൻ്റാക്കി അദ്ദേഹം മാറ്റുന്നതാണത്. വേണമെങ്കിൽ അത് ആത്മാർത്ഥമല്ല എന്നൊക്കെ ആക്ഷേപിക്കാം. പക്ഷേ ആ പെരുമാറ്റം വോട്ടർമാർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സതീശനറിയാം. ഇത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് കേരള ജനത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചത്. അല്ലാതെ മസിൽ പിടിച്ചിരിക്കുന്ന കടക്ക് പുറത്തെന്ന് പറയുന്ന മാറി നിൽക്കുക അങ്ങോട്ട് എന്ന് പറയുന്ന ആളെയല്ല. അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി നമുക്ക് വേണ്ട എന്നുള്ളതാണ് പുതിയ തലമുറയുടെയും പൊതുവെ ജനങ്ങളുടെയും വികാരം. അങ്ങനെയുള്ള മുഖ്യമന്ത്രി വേണ്ട. ജനങ്ങളോട് വിനയത്തോടെ പെരുമാറുന്ന, ജനങ്ങളുടെ സേവകനായ, ജനങ്ങളുടെ രാജാവല്ല, ജനങ്ങളുടെ സേവകനായ ഒരു മുഖ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് 2026 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പറഞ്ഞത്. ആ മാൻഡേറ്റ് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ VD സതീശൻ പേഴ്സണലി അങ്ങനെ ഒരാളായിരിക്കില്ല, അത്ര കൂളായിട്ടുള്ള ആളായിരിക്കും. പക്ഷേ അദ്ദേഹം കൂളാവാൻ ശ്രമിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ അർത്ഥത്തിൽ അത് ഇതുവരെ വിജയകരമാണ്.